SMS മെഡിറ്റേഷനെ കുറിച്ച് ഒരു 3 വർഷം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് കമൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഞാൻ പല വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഫസ്റ്റ് ചെയ്ത വീഡിയോക്ക് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. അതിലൊരു കമൻറ്റ് ഞാൻ ഇന്ന് ഇവിടെ വായിച്ചു. അപ്പോൾ അത് അയാൾ എഴുതിയിരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ഗുരുപരമ്പര എഴുതി വെച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുക വേണ്ടത്, അല്ലാതെ ഇങ്ങനെ വന്നിട്ട് ആളാകാൻ വേണ്ടി വീഡിയോ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടു. അപ്പോൾ ഞാൻ അയാളോട് ചോദിക്കുകയാണ്, അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര അറിവുണ്ടായത് കൊണ്ടായിരിക്കുമല്ലോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗുരുപരമ്പര അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഗുരുപരമ്പരകളുടെ ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്? അല്ല, ഇതിൻ്റെ ചരിത്രമായി പരമായിട്ട് ഇവിടെ ഒരുപാട് തെളിവുകളുണ്ടല്ലോ. ഈ നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ഒരു നൂറ്റാണ്ട് എത്ര കൊല്ലാണ്, എത്ര വർഷമാണ് എന്നൊക്കെ അറിയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ഇല്ല, അതറിയണ്ടേ. ഇനി എല്ലാം പോട്ട് ഒരു 100 വർഷം മുമ്പ് കേരളം എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായിനോ എന്ന് തന്നെ അറിയാം. ഇവിടെ കേരളത്തിൽ അല്ല സംസ്ഥാനം ഉണ്ടായിനോ എന്ന് നിങ്ങൾക്കറിയോ? കേരളം ഒരു 100 വർഷം മുമ്പൊന്നും കേരളം ഒരു 100 വർഷമല്ല, ഒരു 200-300 ബ്രിട്ടീഷുകാരുടെ കാലം, അതിൻ്റെ പുറകെ അറബികളുടെ കാലം, അത് കഴിഞ്ഞിട്ട് പല ആൾക്കാരും ഇവിടെ വന്ന് ഭരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയോ? അതിൻ്റെ എല്ലാം മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദ്രാവിഡന്മാരാണ് ഉണ്ടായത്. അത് നിങ്ങൾക്കറിയോ? പിന്നെ അത് കഴിഞ്ഞിട്ട് ആര്യ, ചോള, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നു. മുഗളന്മാർ ഇവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നു. എന്തിന് ഒരുപാട് ആൾക്കാർ ഇവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾക്കറിയോ? അന്നേരം നാണയവിനിമയം ഉണ്ടായിരുന്നോ? ആശയവിനിമയം ഉണ്ടായിരുന്നോ? ഈ മലയാള ഭാഷ ഉണ്ടായിരുന്നോ? ഇതിലെല്ലാം പോട്ട് ഈ മതങ്ങൾ തന്നെയാണോ ഇവിടെ ഉണ്ടായിരുന്നത്? ഹിന്ദു എന്ന് പറഞ്ഞൊരു മതം ഉണ്ടായിരുന്നോ ഇവിടെ? അതൊക്കെ നിങ്ങൾക്കറിയോ? ഈ ചരിത്രവും ഇതൊന്നും അറിയാതെ എന്തൊക്കെയോ വന്ന് പുലമ്പുമ്പോൾ അതെല്ലൊന്നും ആദ്യം നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നിങ്ങളെന്ത് പറയും? അയ്യോ, ഇതിനെല്ലാം മുമ്പ് പല സംഭവങ്ങളൂടി ഉണ്ടായിരുന്നു, അതെല്ലാം ഇവിടെ വന്നവർ തേച്ച് മാച്ച് കളഞ്ഞതാണ്. ഒരു കുന്തവുമില്ല. നിങ്ങളോട് ദേഷ്യം വന്നിട്ടോ അല്ലെങ്കിൽ എനിക്ക് വലിയ അറിവുണ്ടായിട്ടോ ഒന്നും പറയുന്നതല്ല. നിങ്ങൾ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടി ശ്രമിക്കുക. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര സംഭവമാണ്. ചില വീഡിയോസെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. വിമാനശാസ്ത്ര പോലും അതെടുത്ത് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളാണ്. എല്ലാം എടുത്ത് വായിച്ച് നോക്കുമ്പം അതിലൊരു വിമാനം പോയിട്ട് ഒരു പറത്താൻ പറ്റിയൊരു സാധനം, ഒരു ബലൂണ് പോലും അതിനെക്കൊണ്ട് പറത്താൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ വച്ചിട്ട് ഇരുന്ന് മെഴുകുന്ന അവർക്കെല്ലാം ഈ പഴമ എന്തോ സംഭവമാണെന്നാണ്. ഈ പഴയ നമ്പൂതിരിമാർ ഇവിടെ ഭരിക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ ആളുകളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട്, പല ആവശ്യത്തിനും വേണ്ടിയിട്ട് പല സംഭവങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവരിങ്ങനെ അവരെ മേൽക്കോയ്മ ഇങ്ങനെ കൊണ്ടാടിയിട്ട് ആൾ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഈ ബ്രിട്ടീഷുകാരും മറ്റേ അറബികളും ഇവരൊക്കെ വന്നിട്ട് കുറേ കച്ചവടത്തിന് വേണ്ടി വന്നതാണെങ്കിലും ഇവിടെ ഒരു തരത്തിലുള്ള യോജിപ്പും ഇല്ലയെന്ന് കണ്ടിട്ട് അവർ മുതലെടുത്ത് അവരും കുറേ പോയിട്ടുണ്ട്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ട് ഇവിടെ ഏകദേശം 108ഓളം രാജ്യങ്ങളുണ്ടായ സ്ഥലമാണോ ഈ കേരളം എന്നൊക്കെ പറയാം. 108ഒന്നല്ല, അതിനെക്കാട്ടിയും കൂടുതൽ. എൻ്റെ ഇവിടെ കണ്ണൂർ മാത്രം എടുത്തു കഴിഞ്ഞാൽ ചെറുക്കൽ, അറക്കൽ, ആലക്കോട് രാജ, അങ്ങനെ ഒരുപാട് രാജാക്കന്മാരുണ്ടായിരുന്നു, ഒരുപാട് രാജ്യങ്ങളുണ്ടായിരുന്നു നമ്മളെ കണ്ണൂർ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ്. ഇവിടെ ഈ അതൊക്കെ മാറി ഇപ്പോൾ ഒരു വലിയൊരു രാജ്യം ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഒറ്റ രാജ്യമായി മാറി. അപ്പോൾ ഇവിടെയുള്ള എത്രയോ 2000 എന്നല്ല 2000-3000 കണക്കിന് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി. എന്നിട്ട് ഈ മതങ്ങൾ, അന്നേരം ഉണ്ടായ മതങ്ങൾ മാറി, ആചാരങ്ങൾ മാറി. ഇപ്പോൾ നിങ്ങളെയും എല്ലാവരും മക്കൾക്ക് സ്കൂളിൽ പോയി പഠിക്കുക. എന്ത് കാര്യം എന്താണോ പഠിപ്പിക്കുന്നത്, ഗവൺമെൻറ് എന്താണോ പഠിപ്പിക്കുന്നത് അത് പഠിക്കുക. ഇനി പഠിക്കണ്ടേ പഠിക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമില്ല പോലെ ചെയ്യാം.
നിങ്ങൾക്ക് ജോലിയാണ് ചെയ്യണ്ടെങ്കിൽ ജോലി ചെയ്യാം. ഇതൊന്നും പണ്ടുണ്ടായിരുന്നില്ലടോ. പണ്ട് നിങ്ങൾ കുറച്ച് ആളുകൾ എന്ത് ചെയ്യണം, 10 അടി മാറി നടക്കണം, കുറച്ച് ആളുകൾ നടക്കുന്നേ കാണാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കാലത്താണ് നിങ്ങൾ പറഞ്ഞ ഗുരു പരമ്പര. പണ്ടുണ്ടായ ഒരു ഗുരു നമ്മൾ കേട്ടിട്ടുള്ളൂ, ഈ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. അതും നവോത്ഥാന നായകൻ എന്നാണ് അയാളെ അറിയപ്പെടുന്നത്. അയാൾ ഇതൊന്നല്ല പഠിപ്പിച്ചിന് കേട്ടോ. അയാളെയും കുറച്ച് കാര്യങ്ങൾ പോയി പഠിക്കുക, എന്നാലും ഇത് മനസ്സിലാവും. ഏതെങ്കിലും കണ്ടിട്ട് ആരോ ഒരാൾ, അയാൾക്കോ അറിവില്ല, അതൊക്കെ പണ്ടേ തെളിയിച്ച് കഴിഞ്ഞ കാര്യമാണ്, അയാൾക്കോ അറിവില്ല. അയാൾ കുറേ നല്ല കാര്യങ്ങൾ കുറച്ച് ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ അയാളെക്കുറിച്ച് ഞാനിപ്പോൾ അധികമൊന്നും പറയാത്തത്. അത് അയാൾ നല്ലത് ചെയ്യുന്നുണ്ട് നമ്മൾ അഭിനന്ദിക്കും, മോശം ചെയ്യുന്നുണ്ട് നമ്മൾ പറയും. കുറേ കാര്യത്തിന് അയാൾ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാണ്ട് നിന്നതായി SMS ഗുരുവിനെ കുറിച്ചിട്ട്. സൂര്യൻ എന്താണ്, ചന്ദ്രൻ എന്താണ്, നിങ്ങളറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇന്ന് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ച കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോകണം, നിങ്ങൾ പഠിക്കണം, 10ാം ക്ലാസ് ജയിക്കണം, +2 ജയിക്കണം, എന്നിട്ട് സയൻസ് എടുത്ത് പഠിക്കണം. എന്നാൽ മാത്രമേ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. എനിക്കും, ഞാനും വലിയ സംഭവമൊന്നുമില്ല, എനിക്കായാലും ഇതെല്ലാം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ. അത് മനസ്സിലാക്കിയിട്ട് പറയുമ്പോൾ നിങ്ങൾ ഇത് പഠിക്കുമെന്ന് പറയുമ്പം ഇത് ഇല്ലാത്തൊരു കാര്യം നമ്മളെന്തിനാണ് പഠിക്കുന്നത്? പഠിച്ച് അനുഭവിച്ച് അറിഞ്ഞാലേ ഇത് മനസ്സിലാവൂ എന്ന് പറയുമ്പോൾ ഇല്ലാത്തൊരു കാര്യം ഞാൻ എന്തിന് പഠിക്കണം? ഉള്ള കാര്യങ്ങൾ ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ പോരെ. ഫാൻ എന്തുകൊണ്ട് കറങ്ങുന്നു, ലൈറ്റ് എന്തുകൊണ്ട് കത്തുന്നു, ഇതിലെല്ലാം കറണ്ടല്ലേ, അപ്പം ദൈവം എല്ലാം എടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന പൊട്ടന്മാരെടുക്കാൻ നമ്മൾ എന്ത് പറയാനാണ്? ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് അമ്മാതിരി ഉള്ള പരിപാടിയായിട്ട് എൻ്റെ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റുമായിട്ട് വരല്ലേ മക്കളെ. പൊട്ടന്മാർ നിങ്ങളെ കളിയാക്കൂ. നിങ്ങളെ നാട്ടിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സ്വല്പം ബലിയും നെരിയെല്ലാം ഉണ്ടാവും, ഒരറിവുള്ളവർ എന്നുള്ളൊരു ഭാവലുണ്ടാവും. അതെല്ലാം പൊളിഞ്ഞു പോവും നിങ്ങൾ ഈ കമൻറ്റ് കണ്ട. അത്രയേ ഉള്ളൂ നിങ്ങളെല്ലാം എന്ന് വിചാരിക്കും. അപ്പോൾ ഈ പൊട്ടത്തരം കൊണ്ട് ഇനിയെങ്കിലും വരല്ലേ. ഞാൻ നിർത്തിയ കാര്യമാണ്, പിന്നെ എന്തിനാ എൻ്റെ പുറകെ വരുന്നത്? ഞാനിത് മണ്ടത്തരാന്ന് ഒക്കെ പറഞ്ഞ് തെളിയിച്ച് നിർത്തിയ കാര്യമാണ്, പിന്നെ നിങ്ങളെന്തിനാണ് ഇതിൻ്റെ പുറകെ വരുന്നത്? വീഡിയോ കണ്ട് അതിലെന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലാതെ ഈ പൊട്ടത്തരം കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരില്ല. SMS ഗുരു പോലും നാണോ മാനുണ്ടെങ്കിൽ നിങ്ങളെ വലിയ പോന്നെ. അതുകൊണ്ട് അതും കൊണ്ട് വരലേ, അത് മനസ്സിലാക്കി. 3-4 വീഡിയോ ഞാൻ ചെയ്തു എന്നില്ല. ഇനി എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനില്ല. പൊട്ടത്തരം വീണ്ടും വീണ്ടും പറയുന്ന പൊട്ടനായി മാറും. അതാണ് നമ്മളെല്ലാം പഠിച്ചത്. അതുകൊണ്ട് ഇനി ഞാൻ പറയാനില്ല കേട്ടോ. സുലാൻ.